ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഞാനൊരു പ്ലാൻ ചെയ്തിട്ടെടുത്ത വീഡിയോ എന്നല്ല. ഞങ്ങളൊരു സ്ഥലം വഴി പോകണം. നമുക്കറിയാം, ഇതിന് മുന്നേ ഞാനിട്ട വീഡിയോ ഞങ്ങൾ സിൽവർ സ്റ്റോം വഴി പോയി വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, അതായത് ഞങ്ങളുടെ നാട് കൊടുങ്ങല്ലൂരാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ, പ്രോപ്പർ കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ അവിടെ ഭരണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണിനെ പറ്റിയിട്ട് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കുമല്ലോ ഭരണി. കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ ഭരണി എന്നായിരിക്കും ആദ്യം എല്ലാവർക്കും ഓർമ്മ വരാട്ടോ. എനിക്കതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാനൊന്നും അറിഞ്ഞുകൂടാ. ധാരികോധവുമായി ബന്ധപ്പെട്ട് ദേവി ഭയങ്കര ദേഷ്യത്തിലായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ഭരണി സമയം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും മാത്രം എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയുന്നത്, ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഭരണി നാളുകളിൽ നമ്മുടെ കൊടുങ്ങല്ലൂരിൽ തിരക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമുക്ക് ചുറ്റുമുള്ളൊന്നും കാണാൻ പറ്റില്ല, ഈ ഭരണിക്കാരെ മാത്രം കാണാൻ പറ്റുള്ളൂ കേട്ടോ. വടക്ക് നിന്നായിരിക്കും കൂടുതൽ പേര് ഭരണിക്ക് വരുന്നത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ, ഞാൻ കുഞ്ഞിതായ സമയത്തൊക്കെ ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും പുറത്തിറങ്ങില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറി. നമ്മളിപ്പോൾ ഭരണി കാണാനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ആൾക്കാരൊക്കെ പോവാറുണ്ട് കേട്ടോ. പണ്ടെന്ന് പറയുന്നത് തീരെ പോവില്ലായിരുന്നു. ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഗ്രാമവാസികൾ വിട്ടുകൊടുക്കുകയാണ് അമ്പലം. അവർ ഇത് തിരുവഞ്ചിക്കുളം അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. എൻ്റെ വ്ലോഗിൽ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന അമ്പലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഭരണിക്കാരുണ്ടാവും കേട്ടോ. അത് കണ്ടില്ലേ, ചുവന്ന വസ്ത്രമൊക്കെ ഇട്ടിട്ട്. നമുക്ക് ശരിക്കും രാത്രി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേടിപ്പെടുത്തുന്ന, കാണുമ്പോൾ തന്നെ കുറച്ച് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും ഉള്ളത്. കണ്ടില്ലേ, ഭരണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് തിരുവഞ്ചിക്കുളത്തോട്ട് വരും. തിരുവഞ്ചിക്കുളത്ത് ചിലപ്പോൾ അവിടെ തങ്ങും അവർ. ഇത് കണ്ടില്ലേ, മാലയൊക്കെ ഇട്ടിട്ട്. ചിലവർ തിരുവാഭരണമൊക്കെ ഇട്ടിട്ട് പോകുന്ന കാണാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കേട്ടോ. ഫുള്ള് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാണ്. പിന്നെ അവർ ഭരണി എന്ന് പറയുമ്പോൾ തെറിപ്പാട്ട്, അങ്ങനത്തെ തെറിപ്പാട്ട് പാടിയിട്ടായിരിക്കും അവർ പോകുന്നത്. അങ്ങനെയാണ് അവരുടെ ആചാരം, അങ്ങനെയാണ്. ദേവി അതിനൊരു സമ്മതം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ തെറിപ്പാട്ട് പാടിയിട്ട് പോകുക. അപ്പം ഇങ്ങനെ തെറി പറഞ്ഞ് ഓടിക്കുന്നത് ധാരിക, അങ്ങനത്തെ അവരെ ഓടിക്കുകയാണെന്നാണ് ഐതിഹ്യം വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഇത് കണ്ടില്ലേ, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ തിരുവഞ്ചിക്കുളത്തോട്ട് പോകും, പിന്നെ മേക്കാട് പോകും. മേക്കാട് ഈ ഒരു ഭരണി സമയം ഫുള്ള് നട തുറന്നിടും കേട്ടോ, ഇവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും കേട്ടോ. ഇതിൽ ചെറുപ്പക്കാരാണ് കൂടുതൽ തെറിപ്പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ വയസ്സായിട്ടുള്ള അപ്പൂപ്പന്മാരും എല്ലാവരും ഈ നല്ല അടിപൊളിയായിട്ട് തെറിപ്പാട്ട് കേൾക്കൂട്ടോ. ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ നമ്മൾ വലുതായി പിന്നെ പുറത്തിങ്ങനെ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകുമ്പോൾ, ഇങ്ങനെ ഭരണിക്കിടയിൽ പെട്ടു പോകുമ്പോഴാണ് നമ്മളിങ്ങനെ അത്യാവശ്യം ഇതൊക്കെ കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ ഭരണിപ്പാട്ട് എന്നാണല്ലോ ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങളീ പോയ ദിവസം എന്ന് പറയുന്നത് അശ്വതി കാവ് തീണ്ടലിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തിരക്കാണിത്. നമ്മൾ ശരിക്കും കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നല്ല, കാറൊന്നും അങ്ങോട്ട് കടത്തി വിടില്ല കേട്ടോ. നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞ് പോലീസുകാരോട് അവിടെയാണ്, അടുത്താണ് വീടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് കടത്തി വിട്ടത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു തിരക്ക് കാണാൻ പറ്റില്ല. നമ്മളെ ബൈപ്പാസിലേക്ക് കൂടെ വിടും കേട്ടോ. ബൈപ്പാസ് ആയാലും നമ്മൾ ഇന്നൊന്നും വീട്ടിലെത്തില്ല. അങ്ങനെയാണ് തിരക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്, ഇവരെ കൺട്രോൾ ചെയ്യാനും മറ്റതും. അങ്ങനെ ഒരുപാട് പേർക്കും ഓരോ കടകളുടെ ഫ്രണ്ടിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കൊടുങ്ങല്ലൂർക്കാർക്ക് ഇവരൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് ദേവി അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. ഭരണി സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം, താമസിക്കാം, തെറിപ്പാട്ട് പാടാം, അങ്ങനെ ഇങ്ങനെയൊക്കെ ദേവി കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഒന്നും പറയാൻ പാടില്ല. ഫുള്ള് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കണ്ടിട്ടോ, ഇതിൻ്റെ ഇടയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്തിട്ടാണ്, ഒരു കോലൊക്കെ പിടിച്ചിട്ടായിരിക്കും ഇവർ ഭരണിപ്പാട്ട് പാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക. പ്രത്യേകിച്ച് കൂടുതലും ഇവർ തിരുവഞ്ചിക്കുളം അമ്പലത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങോട്ട് പോവും. അതിനുശേഷം അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊടുങ്ങല്ലൂരമ്മയുടെ പാട്ട്, ഭരണി സംബന്ധിച്ചിട്ടുള്ള പാട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ. അതേപോലെയൊക്കെ ഡാൻസും കാണാനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കൊല്ലം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട് കാവത്തുണ്ടിൽ കാണണമെന്ന്. പക്ഷേ സമ്മതിച്ചില്ല, സുച്ചിട്ട് സമ്മതിക്കാത്തതുകൊണ്ടാണ് കേട്ടോ കാണാൻ. അടുത്ത കൊല്ലം എന്തായാലും കുട്ടികളുള്ളതുകൊണ്ടാണ് സമ്മതിക്കാത്ത, കുട്ടികൾ ചെറുതല്ലേ.
അടുത്ത കൊല്ലം പോയി കാണണമെന്നുണ്ട്. കൊടുങ്ങല്ലൂർ അടുത്തായിട്ട് പോലും ഭരണി കാവതീണ്ടൽ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഭരണി ദിവസം തിരക്കുണ്ടാവില്ല കേട്ടോ. കാവതീണ്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊക്കെ പോവും. ആടുകടന്നോടത്ത് കൂടില്ലാത്തൊരവസ്ഥയാവും. ഇത് കണ്ടില്ലേ, ട്രാവലറും വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലായിരിക്കും ഇവർ വരാം. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഏരിയാസിൽ പോലും ഇവർ കുത്തിക്കയറ്റി കണ്ടില്ലേ വണ്ടികൾ വെച്ചിട്ട് ഫുള്ള് ബ്ലോക്കാണ്. ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നും കൊടുങ്ങല്ലൂർ വഴി വരില്ല. എൻ്റെ അമ്മയ്ക്ക് ആനാപ്പുഴ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ വഴി വരുള്ളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ തിരക്കിൽ പെടില്ലായിരുന്നു. പക്ഷേ എനിക്കിതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു ഗുണം എന്ന് പറയുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂർ 2 മണിക്കൂറോളം ക്യൂവിൽ പെട്ടു കേട്ടോ. പോലീസുകാർ എത്ര ശ്രമിച്ചാലും നമുക്ക് ഈ ക്യൂ മാറ്റാൻ പറ്റില്ല. കാരണം അപ്പുറം ഇപ്പുറം മതിലുകളും കടകളും കാര്യങ്ങളുമാണ് ഇവരുടെ വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ. അങ്ങനെ ഇങ്ങനെയൊക്കെ ശരിക്കും ഒരു 5-6 കിലോമീറ്റർ വരെ, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് 5-6 കിലോമീറ്റർ വരെ ഇവരെ തിരക്കുണ്ടാവും കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണുന്നത് ശരിക്കും 100-ൽ 10% തിരക്കാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ സെൻറ്ററിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും കേട്ടോ. അപ്പോൾ എന്നിട്ടാണ് ഇത് കാണുന്നവരാരെങ്കിലും ഭരണി കണ്ടിട്ടില്ലെങ്കിൽ ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കൊടുങ്ങല്ലൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭരണി കാണാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയാണ്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ എന്നിട്ടാണ് ഹോട്ടലുകൾ, ഒരാൾ പോലും കയറാത്ത ഹോട്ടലിൽ ഭരണ സമയത്ത് എല്ലാവരും കയറും കേട്ടോ. ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഉണക്കച്ചെമ്മീൻ, ചാളക്കറി, കിഴങ്ങും ചാളയും, പിന്നെ കാടമുട്ട, മുട്ട, അങ്ങനത്തെ നോൺ വെജ് സാധനങ്ങളൊക്കെ ഇവർ കഴിക്കും കേട്ടോ. അതിൻ്റെ ആചാരങ്ങളാണ്, ഇവർ കഴിക്കും. പിന്നെ ഇവർ വരുന്ന നാട്ടിൽ ഉണക്കച്ചെമ്മീൻ, ഉണക്കമാന്തൽ, ഉണക്ക സംഭവങ്ങളൊന്നും കിട്ടില്ല. എൻ്റെ നാട്ടിൽ ആനാപ്പുഴയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിൽക്കാനൊക്കെ വരും കേട്ടോ. നമ്മുടെ അവിടെ ഈ ഉണക്കച്ചെമ്മീനൊക്കെ സുലഭമാണ്. നമ്മളുടെ അടുത്ത് പുഴ ആയതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സുലഭമാണ്. അപ്പം നമ്മൾ അറിയുന്നവരും ഇതൊക്കെ വിൽക്കാനായിട്ട് ആ പരിസരത്ത് ഉണ്ടാവും കേട്ടോ. അതൊന്നും വിൽക്കണേലൊന്നും ക്ഷേത്രമാണെന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് ഭരണിയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ അനുമതി ഉണ്ട് കേട്ടോ. പിന്നെ കാടമുട്ട, ചാള, അങ്ങനത്തെ സംഭവം ഒരിക്കലും നോൺ വെജൊക്കെ കൂട്ടാം കേട്ടോ. ഇങ്ങനെ ഉണക്കച്ചെമ്മീനൊക്കെ വിൽക്കാൻ വന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാഭമൊക്കെ കിട്ടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കും. ഒട്ടും ഇപ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും ബാക്കി വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ പുല്ലൂറ്റ് പാലത്തിൻ്റെ അടുത്തോട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ മാറി നമ്മൾ. എന്നിട്ടും തിരക്ക് കണ്ടില്ലേ, ഓരോരുത്തർ വരുന്നതും പോകുന്നതും. നാളെ കാവതീണ്ടലാണല്ലോ, അപ്പോൾ വരുന്നതും പോകുന്നതൊക്കെ ഈ ഭാഗത്തുനിന്ന് പോകും. പിന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് കടക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായതുകൊണ്ടാണ് കുറച്ച് തിരക്ക്. ഇപ്പോൾ ബൈപ്പാസ് വഴി വിടുന്നു പറഞ്ഞില്ലേ, ബൈപ്പാസിലൊക്കെ നിറയെ ടൂറിസ്റ്റ് ബസ്സുകളും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. ഞാൻ പോരുന്ന വഴിക്ക് ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ വെറുതെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത കൊല്ലം ഞാൻ എന്തായാലും കറക്റ്റായിട്ട് ഭരണിയുടെ ഫുൾ വീഡിയോ എടുത്ത് തരാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ 1.5 മണിക്കൂറത്തെ ക്യൂവിന് ശേഷം ഞങ്ങൾ എത്തിയിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയുള്ള